ഹലോ. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീക്കെതിരെ, അതായത് എനിക്കെതിരെ തന്നെ വളരെ മോശമായ, ഒരാളും പറയാൻ പാടില്ലാത്ത അത്രയും വൃത്തികെട്ട ഒരു ആരോപണം, വ്യാജമായ ഒരു ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയുടെ കവല പ്രസംഗം ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കേട്ടു. ഞാൻ അവളുടെ ചാനൽ, ആ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ ചാനൽ ഞാൻ കാണാൻ പോകാത്തതാണ്. ഇന്നലെ ചില പ്രശ്നങ്ങൾ, സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ പോയി കണ്ടതാണ്. ഇന്നലെ മുംതാസിൻ്റെ ലൈവ് കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഒരാൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ലൈവിൽ എന്തോ എക്സ്ക്ലൂസീവ് സംഭവമാണ് ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ടത്. അതിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി, ഞാൻ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല, ആ വ്യക്തിയുടെ എല്ലാവരുടെ ചാനലിലും തന്നെ കമൻ്റ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ മകളുടെ ചിത്രം എടുത്തിട്ട് മോർഫ് ചെയ്ത് വേറെ ആണുങ്ങളെയും കൂട്ടി വെച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ ഡ്രസ്സൊക്കെ അല്പവസ്ത്രധാരിയായിട്ട്, ഡ്രസ്സൊന്നുമില്ലാതെ വളരെ വൃത്തികെട്ട രീതിയിൽ മോർഫ് ചെയ്ത് ആണുങ്ങളെയും കൂട്ടി വെച്ചിട്ട് ഈ പറയുന്ന കുട്ടിയുടെ അമ്മയുടെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തേക്കാണ് ആരോ ഒരു വ്യക്തി. അയച്ചു കൊടുത്തതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ന ചാനലിലേക്ക് നിങ്ങൾ പോകരുത്, അവിടെ പോകരുത്, അവിടെ പോയി സംസാരിക്കരുത്, ആർക്കുമെതിരെ കമൻ്റ് ഇടരുത്, കമൻ്റ് ഇട്ടാൽ ഇതിലും വലുതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്വന്തം മകളുടെ ചിത്രം ഈ രീതിയിൽ മോർഫ് ചെയ്ത് അവർക്ക്, സ്വന്തം അമ്മയ്ക്ക്, അത് എനിക്ക് തോന്നുന്നു വെളുപ്പിനെ ഒരു 2:30-3 മണി സമയത്ത് അയച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സംശയം തോന്നിയ ഒരേ ഒരു വ്യക്തി, സംശയം എന്നല്ല 100% ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി, ഔട്ട്സൈഡ് ഓഫ് മീ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ സ്ത്രീ തന്നെയാണ്. ബിക്കോസ് ആ സ്ത്രീ തന്നെയാണ് എൻ്റെ കാര്യത്തിലും ഒരു സ്ത്രീയുടെ, എൻ്റെ നഗ്നമായ ഇന്നർ മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് കുനിഞ്ഞു നിന്ന് ആ പോസൊക്കെ പറയുന്നത് കേൾക്കണം. അതുപോലെ വീഡിയോ ഉണ്ട്. വീഡിയോ കണ്ട് ഇവളുമാരൊക്കെ അന്തം വിട്ടുപോയി, ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാക്ഷസ കൂട്ടങ്ങൾ ചിരിക്കുന്ന പോലെ ചിരിച്ചട്ടഹസിച്ച് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ രാക്ഷസ കൂട്ടങ്ങൾ ചിരിച്ചട്ടഹസിക്കുന്ന പോലെ ചിരിച്ച് അട്ടഹസിച്ച് ആർത്തുലസിച്ച്, അതിൽ ജൂലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു, അവളൊക്കെ പറഞ്ഞേക്കുന്നു, അയ്യോ വീഡിയോ കണ്ടിട്ട് തരിച്ചുപോയി, അതായത് ഇവളുമാർ കണ്ടു എന്നുള്ളൊരു രീതിയിൽ തന്നെ അവിടെ പെർഫോം ചെയ്തു. എന്നിട്ട് ഇവൾ വിളിച്ചേക്കാണ്, ഇവൾക്ക് ബാക്കിയുള്ള ആളുകളുടെ ഫോൺ നമ്പേഴ്സ് വേണം, ഫോൺ നമ്പർ എടുത്തിട്ടാണ് അവരെ ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അതിന് എൻ്റെ ആ വൃത്തികെട്ട ഫോട്ടോയും വീഡിയോയും തരാം, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വരൂ, എൻ്റെ ഇൻബോക്സിലേക്ക് വരൂ, ചാറ്റ് ചെയ്യൂ, അതായത് ഈ പുള്ളിയുമായിട്ട് കോണ്ടാക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരെയും, അങ്ങനെ വിളിച്ചു വരുന്നവർ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് അറിയുമ്പോൾ ആളുകൾ ക്യൂരിയോസിറ്റി കൊണ്ട് ചെല്ലുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു വരുത്തി ഈ സ്ത്രീ ഒരു കാരണവുമില്ലാതെ, ഞാൻ ഈ സ്ത്രീയെ അറിയ പോലും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിൽ തന്നെയുള്ള ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ കൂടെയാണ് ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന പ്രസ്തുത വൃത്തികെട്ട സ്ത്രീ ഒട്ടി നിൽക്കുന്നത്. ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു കാരണത്തിന്, വേറെ ഒരു കാരണവുമില്ലാതെ എന്നെ ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു, എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു, ഓരോ കമൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അത് പോരാഞ്ഞ് അന്ന് ഇവർ ചേർന്ന് നിന്നിരുന്ന ചാനലുകളിൽ പോയിട്ട് ഓരോ ആളുകൾക്കായിട്ട് കമൻ്റ് ഇട്ട് ഇങ്ങനെ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് തൻ്റെ ഇടമില്ല, ധൈര്യമില്ല, ഞാൻ ചോദിച്ചതിന് പറയാൻ മറുപടിയില്ല. ഞാൻ ഇതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. ഇതിന് ഒരു വാല്യൂവും കൽപ്പിക്കാത്ത, എനിക്കറിയാം ഇത് എങ്ങനെയെങ്കിലും ചാനൽ വളർത്താൻ നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. എനിക്കതിനെ എടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നു. സഹി കെട്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു. അതിന് മറുപടി അവൾ പ്രതികരിച്ചത് പരട്ട തള്ളേ എന്ന് വിളിച്ചിട്ടാണ് അവൾ പ്രതികരിച്ചത്. സ്റ്റാർട്ട് ചെയ്തത് തന്നെ അങ്ങനെയാണ്. ആ ലാംഗ്വേജ് എനിക്ക് ഒട്ടും പിടിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ പാ ചേർക്കാതെ ചീ ചേർത്തിട്ട് പറഞ്ഞു, അത് നിൻ്റെ അമ്മയാണ്, തള്ളേന്നല്ലേ വിളിച്ചത്, അമ്മയാണ്, അവിടെ പോയി വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഇത് ഇനി ഒന്നുകൂടെ വിളിച്ചാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞു. 3 തവണ ഞാൻ പറഞ്ഞു അത് നിൻ്റെ അമ്മയാണെന്ന്. കാര്യം ഞാൻ പറഞ്ഞ തെറിയല്ല അത്, ഞാൻ വാഗൊണ്ട് വിളിച്ച ചീത്തയല്ല അത്, അവൾ തന്നെ വിളിച്ചതാണ്. അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ അന്നും ഇന്നും പറയും. ഓരോ വ്യക്തിയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ വീട്ടുകാർക്കാണ്. അതിന് ശേഷമേ ഉള്ളൂ പബ്ലിക്കിനുള്ളൂ. അതിന് ശേഷമേ ഈ വിഴുപ്പുകളെ പബ്ലിക്ക് സഹിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അത് നിൻ്റെ ഉമ്മയാണ്, അവൾ തന്നെ പറഞ്ഞതെറി, ഞാനായിട്ട് പറഞ്ഞ ചീത്തയല്ല, ഒരിക്കലും ഞാൻ ചീത്ത പറയാറുമില്ല.
അപ്പോൾ അത് നിൻ്റെ ഉമ്മയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് ഇവൾ തന്ന പ്രത്യാഘാതമാണ്, അതിന് ആ വൈരാഗ്യത്തിന് ഇവൾ തന്ന പ്രത്യാഘാതമാണ് എൻ്റെ നിക്കറിട്ട ഫോട്ടോയും, നിക്കറല്ല ഷഡ്ഡി എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇൻബോക്സിൽ ചെന്നിട്ട് ഓരോരുത്തരോടും പറഞ്ഞേക്കുന്നത്, ഇട്ട ഫോട്ടോയും പിന്നെന്താണ് വീഡിയോയും ഉണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ ഞാനൊരു ചാനലിൽ കേട്ടോ, ഇത് ഡോക്ടർ റോസിയോടൊക്കെ പറഞ്ഞു ഇവളെ ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എന്തോ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടു. സത്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ റോസി ഒന്ന് പറയണേ, ഇവള് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ഞാൻ നിങ്ങളങ്ങനെ പറയുന്നതായിട്ട് കേട്ടില്ല, കാരണം ഈ വിഷക്കുപ്പി എവിടെയുണ്ടോ ആ ചാനലൊന്നും ഞാൻ കാണാൻ പോകാറില്ല. ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ചാനലായിരുന്നു അതൊക്കെ. ഈ വിഷക്കുപ്പി കയറുന്ന ഒരിടത്തും ഒരു ചാനലിലേക്ക് ഞാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവൾ അങ്ങനെ പറയുന്നതോ നിങ്ങൾ മറുപടി പറയുന്നതോ ആയിട്ടുള്ള യാതൊരു ഭാഗവും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയണമല്ലോ. ഞാനായിട്ട് നിങ്ങളെ വിളിക്കില്ല, അത് ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, വിളിക്കേണ്ടവർ വിളിച്ചോളൂ. ആ ഫോട്ടോ മോർഫ് ചെയ്ത എൻ്റെ ആ ഫോട്ടോ അല്ലാതെ ഒരു രീതിയിലും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി ഞാനാണല്ലോ. എന്നെക്കഴിഞ്ഞും കൂടുതൽ ആർക്കും അറിയില്ല. അപ്പോൾ ആ മോർഫ് ചെയ്ത ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഈ വൃത്തികെട്ട സ്ത്രീയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈവിൽ, എനിക്ക് വിഷക്കുപ്പിയുള്ള ലൈവ് അധികം ഒന്നും കാണാൻ പറ്റില്ല, കയറി ഇന്ന് കാണാൻ പറ്റില്ല. സോ ആദ്യം ലൈവ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഇവള് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറയണം. പറയണോ പറയണ്ടേ എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അത് വേണ്ടവർ, അത് നിങ്ങളോട് ആവശ്യമുള്ളവർ അത് നിങ്ങളോട് മേടിച്ച്, നിങ്ങളുടെ ഫോൺ നമ്പറും അറിയുന്ന ആളുകളുണ്ടല്ലോ, കളക്ട് ചെയ്തോളൂ. അപ്പോൾ അതിലെനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം, ഈ പറയുന്ന പ്രസ്തുത സ്ത്രീയുടെ കമൻ്റ് ഇടുന്ന ഒരു സ്ത്രീയുടെ മോടെ പിക്ചർ എടുത്തിട്ട് മോർഫ് ചെയ്ത് അതിൻ്റെ കൂടെ ആണുങ്ങളെയും കയറ്റി വെച്ച് അല്പവസ്ത്രധാരിയായി തുണിയൊന്നുമില്ലാതെ ഇങ്ങനെ പ്രചരിപ്പിച്ച ആളെ തപ്പി നടക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ വേറെ ആരെയും ഇതിൽ വിശ്വസിക്കുന്നില്ല, വേറെ ആരും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം എൻ്റെ നേരെ ഇങ്ങനെ ഒരു സംഗതി ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ യൂട്യൂബ് കോലാഹലങ്ങൾ, തെറിവിളികൾ, ചീത്തവിളികൾ ഒക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലേ? ഒരുപാട് പേര് തമ്മിൽ അടിയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷെ ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് ഈ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട വിഷക്കുപ്പി ഈ യൂട്യൂബിൽ പൂണ്ട് വിളയാടാൻ തുടങ്ങിയ പിന്നെയാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് എൻ്റെ കാര്യത്തിലായിരുന്നു. അതിനുശേഷമാണ് തമിഴത്തി എന്ന് പറഞ്ഞ ആ സ്ത്രീ മുംതാസിൻ്റെയും വേറൊരു ആണിൻ്റെയും കൂടെ ഫോട്ടോ വെച്ച് മോർഫ് ചെയ്ത് ഇട്ടത്. ഈ തമിഴത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ വിഷക്കുപ്പി. അപ്പോൾ അത് തമ്മിലൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ, തമിഴത്തിക്കും അറിയാം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത്. കാര്യം അവർ ഓരോരുത്തരുടെ ഫോട്ടോ എടുത്ത് CP ഇടാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഇങ്ങനെ മോർഫ് ചെയ്തൊരു ഫോട്ടോ ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ലാസ്റ്റ് ടൈം അല്ലാതെ, ഈ വിഷക്കുപ്പിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിൽ പിന്നെ അല്ലാതെ അതിനു മുൻപ് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും മുംതാസിൻ്റെയും വേറൊരു ആണിൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് അവർ മോർഫ് ചെയ്തിട്ടു. പിന്നെ സമീറയുടെ എവിടെയോ ഇട്ടെന്ന് പറഞ്ഞാൽ അത് എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. സമീറയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടെടുത്തിട്ട്, ഈ ഫേസ്ബുക്കിലാണെങ്കിൽ ആകെ ഫ്രണ്ട് ലിസ്റ്റിൽ ഈ തമിഴത്തിയേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ മുമ്പ് ഈ പറയുന്ന വിഷക്കുപ്പിയും വേറെ ഏതോ ഈ വിഷക്കുപ്പിയുടെ കൂടെയുള്ള ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെ ബ്ലോക്ക് ചെയ്തു. സോ ഇപ്പോൾ ഈ വിഷക്കുപ്പി, ഇപ്പോൾ ഈ തമിഴത്തിയുള്ളൂ. അപ്പോൾ ആ FBയിൽ കിടന്ന ഫോട്ടോ എടുത്തിട്ടാണ് മോർഫ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അവിടെയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ മൂന്നിലൊരാൾ വേണമല്ലോ അല്ലേ? അപ്പോൾ എന്തിനാണ് നമ്മൾ വേറെ ആളെ തപ്പിപ്പോകുന്നത്? ഊഹാപോഹങ്ങൾ വഴി വേറെ ആളാണെന്ന് നമ്മൾ എന്തിനാണ് കരുതുന്നത്? ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ തെളിവ് സഹിതം ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകളാണെന്ന് പറയാൻ പോകുന്നത്? പിന്നെ അത് നിയമപരമായിട്ട് കേസ് കൊടുക്കുക, ഊർജിതമായിട്ട് അതിൻ്റെ പുറകെ തന്നെ നിൽക്കുക, ഇവളെ വെളിച്ചത്ത് കൊണ്ടുവരിക. ആരാണെങ്കിലും ചെയ്തതാരാണെങ്കിലും എനിക്ക് 100% വിശ്വാസം ഈ വിഷക്കുപ്പി തന്നെയാണ്. ഇവളാണ് ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുള്ളൂ. കാര്യം എന്നിട്ട് അവളുടെ കവലപ്രസംഗം, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇന്നലെ കണ്ട ആ ലൈവിൽ അവൾ കവലപ്രസംഗം, ഒരു സ്ത്രീയുടെ ഇന്നർ കുറച്ച് കണ്ടപ്പോൾ അവർ അത് പിടിച്ച് നേരെ ഇടുന്ന ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ആളുകൾ വിമർശിച്ചപ്പോൾ ഒരു സ്ത്രീയോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു.
വേറൊരു സ്ത്രീയുടെ വൃത്തികെട്ട ഫോട്ടോയും വീഡിയോയും ഉണ്ട് എന്ന് പറഞ്ഞ് CP ഇട്ട് ഇൻബോക്സ് വഴി ഓരോ ആളുകളോടും പോയി അത് ഉണ്ട് ഉള്ളതാണ്, ഞാൻ കണ്ടു, എൻ്റെ ഇൻബോക്സിലേക്ക് വരൂ, ഞാൻ തരാം എന്ന് പറഞ്ഞ് ഘോരം വാദിച്ച് നടന്ന ഒരുത്തിയാണ് പറയുന്നത് ഇന്നർ ശരിയാക്കുന്ന വീഡിയോ ഇട്ട് ശരിയായില്ല. ഒരു സ്ത്രീയോടും അങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല. സ്ത്രീത്വത്തെ എത്രയധികം മാനിക്കുന്ന വൃത്തികെട്ടവള് അല്ലേ, എത്രയധികം. ഇവൾക്കുള്ളത് 2, 3, 4 എത്രയാണെന്നറിയില്ല, കുറേ എണ്ണം കടന്ന് കരയുന്ന കേൾക്കാം. പെൺകുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 എണ്ണം പെണ്ണെങ്ങാണ്ടുണ്ടെന്ന്. അപ്പോൾ ഈ പെൺകുട്ടികൾ, ഞാനൊന്നും പറയുന്നില്ല, ഈ പെൺകുട്ടികളുടെ അമ്മയല്ലേ ഈ സ്ത്രീ? അവളാണ് വേറൊരു സ്ത്രീയെ പറ്റിയിട്ട് അവൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു ആരോപണം ഉണ്ടാക്കിയത്. അത് തന്നെയല്ല, വേറൊരു കാര്യം കൂടിയുണ്ട് തെളിവ്. ഈ പറയുന്ന പ്രസ്തുത വ്യക്തി എൻ്റെ കൂടെ കുറേ നാൾ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. ആ സമയത്തൊന്നും ഞങ്ങൾ തമ്മിൽ പോലും ഒരു ഫോൺ നമ്പർ കൈമാറുവോ ഒരാൾക്കും ഈ വ്യക്തി ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ നിന്ന് മാറി ചില കാരണങ്ങളാൽ, ഞങ്ങൾ തമ്മിലുള്ള ചില കാരണങ്ങളാൽ, അഭിപ്രായ വ്യത്യാസങ്ങളാൽ എൻ്റെ കൂടെ നിന്ന് മാറിയ ആ ഒരു കാലഘട്ടം തൊട്ട് ആ ഒരു സമയത്താണ് ഈ പറയുന്ന മറ്റേ സാധനം ഔട്ട്സൈഡ് എന്ന് പറയുന്ന വിഷക്കുപ്പി വന്നിട്ട് ഈ സ്ത്രീയോട് അങ്ങോട്ട് ചോദിച്ച് അവരുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങുന്നത്. അല്ലാതെ അധികം പേർക്കൊന്നും, ചോദിക്കുന്നവർക്കൊന്നും കോണ്ടാക്ട് നമ്പർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വ്യക്തി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവൾ ഒരുപാട് സോപ്പിട്ട് നിന്ന് ഇവരോടൊക്കെ എന്താ മൈനിയോ നാത്തൂനോ എന്താണ്ട് കുന്തം പേരൊക്കെ ഉണ്ടായിരുന്നു ഇവക്ക്. അങ്ങനെയൊക്കെ ഇട്ട് വിളിച്ച് അങ്ങനെ ഇവരുടെ വിശ്വാസമെല്ലാം പ്രീതിയെല്ലാം പിടിച്ചു പറ്റി ഇവരോട്, ഈ പറയുന്ന സ്ത്രീയോട് ചെന്നിട്ട് കോണ്ടാക്ട് നമ്പർ മേടിച്ചു. എന്നിട്ട് ഇവരുടെ വാട്സപ്പിലേക്കാണ് അയച്ചേക്കുന്നത്. വേറെ എത്ര പേർക്ക് അറിയാം ഇവരുടെ കോണ്ടാക്ട് നമ്പർ? ഇനി പറയും എന്നിട്ടിപ്പം ഇന്നലെ വേറൊരു നാടകം, ഇത് ചെയ്തേക്കുന്നത് ഈ പറയുന്ന പ്രസ്തുത സ്ത്രീ നിൽക്കുന്ന, അവർ സപ്പോർട്ട് ചെയ്യുന്ന ആ ചാനലിലെ ആളുകൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്തൊരു വൃത്തികെട്ട വടല മനസ്സ്. സ്വന്തം കുഞ്ഞിൻ്റെ ഫോട്ടോ ഇമാതിരി വൃത്തികെട്ടതായിട്ട് ചിത്രീകരിച്ച് സ്വന്തം ഭാഗം ജയിപ്പിക്കാൻ വേണ്ടി ഒരമ്മ ഇട്ടുകൊടുത്തതാണെന്ന് വരെ പറയുന്നു. ഈ പറയുന്ന അമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ഫോട്ടോ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് എന്ന് വരെ പറയുന്നു. ഈ വൃത്തികെട്ട സ്ത്രീകൾ, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വൃത്തികെട്ട സ്ത്രീകൾ, എങ്ങനെ നിനക്കൊക്കെ നാവ് പൊങ്ങുന്നത് അത് പറയാനായിട്ട്? അവരുടെ മകളുടെ ഫോട്ടോ അവർ തന്നെ ഇട്ട് കൊടുത്തതാണെന്ന്. എന്നിട്ട് വിഷക്കുപ്പി അവിടെ ഇരുന്നിട്ട് പറയുന്നു, എനിക്ക് ഇപ്പോഴാണ് നിങ്ങളോട് ദേഷ്യം തോന്നുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ആ ഫോട്ടോ, നിങ്ങൾക്ക് വേറെ ആൾ അയച്ചു തന്ന ഫോട്ടോ ആ ചാനലുകാർക്ക് കൊടുത്തല്ലോ, നിങ്ങൾ നിൽക്കുന്ന ആ ചാനലുകാർക്ക് കൊടുത്തല്ലോ, അവരെന്നിട്ട് അത് പ്രദർശിപ്പിച്ചു. ഫേസിൻ്റെ അവിടെ എന്തോ ഒരു പൊട്ട് പോലെ വെച്ചിട്ട് ബാക്കിയൊക്കെ പ്രദർശിപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോഴല്ലേ എല്ലാവരും കണ്ടത്? നീ ഓർത്തില്ല അല്ലേ? ഒരിക്കലും അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ഇത് പബ്ലിഷ് ചെയ്യും, നമ്മുടെ ഭാവനയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിങ്ങനെ ഒരു പ്രശ്നമാകുമെന്ന് വിചാരിച്ചില്ലല്ലേ? സ്വന്തം കുഞ്ഞിൻ്റെ ഫോട്ടോ കൊടുത്തത് കൊണ്ട് അവർ പേടിച്ച് അവിടെ തന്നെ ഇരുന്നോളും എന്നാ നീ വിചാരിച്ചത്. പക്ഷെ നിന്റെ ചിന്തകൾ മുഴുവൻ തെറ്റി. അവരത് കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ഒരു ചാനൽ വഴി ഇത് പുറത്ത് വിടുകയും ചെയ്തു. ഫേസ് മറച്ചു വെച്ചിട്ടാണ്, ബാക്കി ഭാഗങ്ങളാണ് കാണിച്ചത്. അതിന് എന്താണ് തെറ്റ്? ബാക്കി ഭാഗങ്ങൾ ആ കുട്ടിയുടെ അല്ല, മോർഫ് ചെയ്ത് കയറ്റിയേക്കുന്നതല്ലേ. ഫേസ് മാത്രമല്ലേ ആ കുട്ടിയുടേതുള്ളൂ, അത് മറച്ചിട്ടുണ്ട്, അത് മതി. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കണമായിരുന്നു. ആരെയും അറിയിക്കാതെ നിനക്കവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമായിരുന്നു അല്ലേ? നിന്റെ കൂട്ടാളികൾ, നിങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ ബാക്കിൽ കളിക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് നീയൊക്കെ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊക്കെ തന്നെയാണ്. നിന്നെയൊക്കെ കണ്ണടച്ച് പൊക്കിക്കൊണ്ട് നടക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇത്രയും വൃത്തികേട് ചെയ്തിട്ടുണ്ടല്ലോ ഒരു കൂട്ടം ആളുകൾ ഇവളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പൂച്ചെണ്ടുമായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. നീതികേടായ ഒരു പ്രവൃത്തി കണ്ടാൽ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടിപ്പോൾ ഓരോ ആളുകളുടെയും വേദവാക്യം, ഓരോ ആളുകളുടെയും ആപ്തവാക്യം എന്താണെന്നറിയോ? എനിക്കെതിരെ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല, എന്നോടത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചിലക്കുന്നത്? നിങ്ങൾക്ക് മാത്രമുള്ള കാര്യമാണ്, നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്, നിങ്ങളെ ബാധിക്കുന്ന കാര്യം മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങ് പറഞ്ഞു തീർത്താൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞു തീർത്താൽ പോരെ. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ മുഴുവൻ കേക്കെ വന്ന് പ്രസംഗിക്കുന്നത്? പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വാക്കെങ്കിലും ഉണ്ടാവാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും പബ്ലിക്കിന് വരുന്നൊന്നും ഞങ്ങൾക്ക് വരുന്നതല്ല, പബ്ലിക്കിന് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല, ഞങ്ങളോട് ഇങ്ങനെയാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ മുമ്പിൽ നീ
നീതികേട് കണ്ടാൽ വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്ത മനുഷ്യർ, അത് ഞങ്ങളെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന മനുഷ്യർ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യർ, അവർക്ക് വേണ്ടി സംസാരിച്ച ആളുകളെ പോലും വൃത്തികെട്ടവരാക്കി കാണിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ, ഒരു വിലയുമില്ലാത്ത കുറേ ആളുകളെയാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് പറ്റിയത്. കാര്യം ഈ സ്ത്രീ ചെയ്ത ഈ വൃത്തികേട് എല്ലാവർക്കും അറിയാം, പച്ച കള്ളമാണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ തെളിവ് ഇവള് തരട്ടെ. ഇവള് പറഞ്ഞല്ലോ എൻ്റെ ഫോൺ നമ്പർ ഇവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അടുത്ത കള്ളം, ഒരു ഹായ് എങ്കിലും അയക്കാൻ ഞാൻ പറഞ്ഞു. അന്ന് തൊട്ടേ പറഞ്ഞു എനിക്ക് ഇതുവരെ ഒരു ഹായും പോയും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എത്രത്തോളം കള്ളം പറയുന്ന സ്ത്രീയാണ്. എന്നിട്ട് നന്മ ചെയ്യുന്നു, നന്മ പ്രവർത്തിക്കുന്നു, തെറി വിളിക്കുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഇവളെ അങ്ങോട്ട് ഇവള് കൊണ്ടു കൊടുക്കുന്ന കള്ള തെളിവുകൾക്ക് വേണ്ടി എല്ലാവരുടെയും ഇൻബോക്സ് വഴി പോയിട്ട് കള്ള തെളിവുകൾ ശേഖരിക്കുക, എന്നിട്ട് അവരെ സോപ്പിട്ട് അവരുടെ കൂട്ടുകാരിയാകുക, എന്നിട്ട് കള്ള തെളിവുകൾ ചാറ്റുകൾ കള്ളം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഫ്രണ്ട്ഷിപ്പിലിരിക്കും പലതും പറയില്ലേ, പല കാര്യങ്ങളും പറയും, അത് കൊണ്ടുവന്ന് എതിർകക്ഷിക്ക് കൊടുക്കുക, അവിടെ നിന്ന് അവരുടെ പ്രീതി സമ്പാദിക്കുക, എന്തിനോ വാട്ടവർ, എന്നിട്ട് അവരുടെ കുറേ ചാറ്റ് അത് കളക്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത ആൾക്ക് കൊണ്ട് കൊടുക്കുക. ഇത് തന്നെയാണ് ഈ വൃത്തികെട്ട സ്ത്രീയുടെ ജോലി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പിള്ളേരുണ്ട്, ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടന്ന് എമ്മാതിരി കരച്ചിലാണ് കരയുന്നത്. കരച്ചിൽ, ബഹളം, അത് ഇത്. ഈ പുള്ളിക്കാരത്തിയുടെ ഡ്യൂട്ടി ഇതാണ്. രാവിലെ തൊട്ടിരുന്ന് ലൈവ് ചെയ്യുക, പരദൂഷണം പറയുക. അല്ലാത്ത സമയത്ത് ഇവരുടെ ഒരു കൂട്ടുകക്ഷികളായ കുറേ ആളുകളുടെ ലൈവ് ഉണ്ട്. അവരുടെ നിറ സാന്നിധ്യം അത് തീരുന്നവർ 1 മണിക്കൂറാണെങ്കിലും 2 മണിക്കൂറാണെങ്കിലും ഫുൾ ടൈം ഈ സ്ത്രീയുടെ മാല പോലെ ഈ സ്ത്രീയുടെ കമൻസ് കാണാം ഓരോ ലൈവിലും. അപ്പോൾ അവിടെ അവരുടെ നിറ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വേറൊരു ജോലിയുമില്ല ഈ സ്ത്രീക്ക്. അപ്പോൾ ഇന്നലെ നടന്ന വിഷയത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയൊരു സംഭവം എന്താണെന്ന് അറിയാവോ? ഈ കുട്ടിയുടെ അമ്മ, ഈ മോർഫ് ചെയ്യപ്പെട്ട പിക്കുള്ള ഈ കുട്ടിയുടെ അമ്മ സ്വന്തമായിട്ട് ചെയ്തതാണ് അത്ര. മറ്റേ കക്ഷിക്ക് സ്വന്തം മോളുടെ ഫോട്ടോ അങ്ങോട്ട് മോർഫ് ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തതാണെന്നാണ് ഓരോരുത്തർ പറയുന്നത്. മോർഫ് ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു, എന്നിട്ട് അത് അവർക്ക് മറ്റുള്ളവരെ അടിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ആ ചാനലുകാർ തന്നെ ഇട്ടതാണെന്ന്. എത്ര നല്ല കണ്ടുപിടുത്തം അല്ലേ? ഒരമ്മയൊക്കെ ഇതൊക്കെ ചെയ്തെന്നൊക്കെ പറയണമെങ്കിൽ നിൻ്റെയൊക്കെ മെൻറ്റാലിറ്റി, കാര്യം നീയൊക്കെ ചെയ്യുന്ന അതാണ്, അതുകൊണ്ടാണ് ഒരമ്മ ഇങ്ങനെ ചെയ്തു എന്ന് നിനക്കൊക്കെ പറയാനായിട്ട് തോന്നുന്നത്. എന്തായാലും ഇത് ആ വ്യക്തിയുടെ വാട്സപ്പിലേക്ക് ഇട്ട് കൊടുത്തതായതുകൊണ്ട് തന്നെ എനിക്കൊന്നു ഏതോ നെറ്റ് നമ്പർ വെച്ചിട്ടാണ് കളിക്കുന്നത്. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. നെറ്റ് നമ്പർ ആകുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ട് കളിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴും ആരുടെ ആഗമനത്തിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള മോർഫിംഗ് ഉണ്ടായി തുടങ്ങിയത്? ആരെയൊക്കെയാണ് ഈ സ്ത്രീ ഈ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നത്? എനിക്ക് ഉണ്ടായ അനുഭവമല്ലേ, എനിക്ക് നേരിട്ട് എല്ലാവരും അറിയാം, എനിക്കുണ്ടായ അനുഭവമല്ലേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവള് ചോദിച്ച് രക്ഷയില്ലാതെ ഏതോ ഒരു പിക്ക് അങ്ങനെ ഉണ്ടാക്കി ഇൻവിസിബിൾ ആർമിക്ക് ഡോക്ടർ റോസിക്ക് അയച്ചു കൊടുത്തു എന്ന് ഞാനിങ്ങനെ ചെറുതായിട്ട് കേട്ടു. എനിക്കറിയില്ല, ഞാൻ ഇന്നലെയാണ് ആ ന്യൂസ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ സ്ത്രീക്ക് എന്തുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ ചെയ്തുകൂടാ? എനിക്കെതിരെ അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തുകൂടാ? പോലെ ഞാൻ പറഞ്ഞില്ലേ, തമിഴ്ത്തി ഇത്രയും നാളും ചെയ്യാത്തൊരു കാര്യമാണ് തമിഴ്ത്തി ചെയ്തത്. ഇത്രയും നാൾ ഇങ്ങനെ മോർഫ് ചെയ്ത് ഫോട്ടോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അതും ചെയ്തു. പോലെ സമീറയുടെ മുംതാസിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ആർക്ക് ശേഷമാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ വളരാൻ അനുവദിക്കാതിരിക്കുക, ശക്തമായി തന്നെ ഈ സ്ത്രീക്കെതിരെ പ്രതികരിക്കുക. അത് കുറച്ച് ബോധമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എനിക്കടിക്കാൻ വേണ്ടിയിട്ട്, എനിക്കൊരു വടി കിട്ടാനായിട്ട് ഞാൻ ഈ വൃത്തികെട്ട ആളെ കൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്ന നയത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പോൾ പറയും എൻ്റെ നീ യോജിക്കണ്ട, ഞങ്ങളുടെ ഇഷ്ടം ആയിക്കോട്ടെ. പക്ഷേ സമൂഹത്തിൽ കാണുന്നതാണല്ലോ, നമുക്ക് പറയാമല്ലോ അല്ലേ. ഞാൻ പറയും, ഇങ്ങനെയുള്ള നീതികേട് കാണിച്ചാൽ ഇനിയും എനിക്ക് വേണ്ടിയിട്ടെന്ന് മാത്രം സംസാരിക്കാൻ ഞാൻ ഇരിക്കില്ല. നീതികേട് എവിടെ കാണിച്ചാലും ഞാൻ സംസാരിക്കും. ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും മുന്നോട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ നിങ്ങളെയൊക്കെ പോലെ എനിക്ക് വന്നില്ലല്ലോ, എന്നെ ഒന്നും ചെയ്തില്ലല്ലോ, നിൻ്റെ അല്ലേടി, നിൻ്റെ വൃത്തികെട്ട ഫോട്ടോ ഉണ്ടെന്നല്ലേടി പറഞ്ഞ നീ അങ്ങ് സഹിച്ചോ എന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ നേരെ വരുമ്പോഴും എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കും. നിങ്ങൾക്കൊക്കെ വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. സമൂഹത്തിൽ ആരും ഉണ്ടാവില്ല സംസാരിക്കാനായിട്ട്. ഇത്രയൊക്കെ ക്രിമിനലാണ് എന്നറിഞ്ഞിട്ടും ഇവളെയൊക്കെ കൂട്ടുപിടിക്കുന്ന ആളുകളെ സമ്മതിക്കണം. പബ്ലിക്കിൽ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തത്. എന്നിട്ടും അവളെ ഒന്നുമല്ലാതെ ആ സ്ത്രീക്ക് ഇതുവരെ ഒരു കുറ്റബോധം പോലും ഇല്ല എന്നുള്ളതാണ്.
നമുക്കൊക്കെ ഒരു തെറ്റ് ചെയ്താൽ ഒരു കുറ്റബോധം ഉണ്ടാവില്ലേ? ഒരു കുറ്റബോധവും ഇല്ലാതെ കവലപ്രസംഗം നടത്തുകയാണ്. അയ്യോ സ്ത്രീകളോട് അങ്ങനെ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഞാൻ നല്ല നന്മയുടെ നിറകുടമാണ്, ഞാൻ സത്യസന്ധയാണ്, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഞാൻ കാണാറില്ല ഈ വൃത്തികെട്ട അവളുടെ ലൈവ്. കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടപ്പോൾ അതിനകത്ത് അവൾ അങ്ങനെ സത്യവതി കളിക്കുകയാണ്, സാവിത്രി കളിക്കുകയാണ്. ഇത്രയും ഒരു പേഴ്സൻറ്റേജ് പോലും സത്യത്തിൻ്റെ കണികയില്ലാത്ത ഈ ഡെവിള് സത്യവതി കളിക്കുകയാണ്.